ഹലോ, ഞാൻ മഹീന്ദ്രയുടെ ഒരു XEV9S ഒരെണ്ണം വാങ്ങിയിരുന്നു, EV. അപ്പൊ വീട്ടില് സോളാറുള്ളത് കൊണ്ട് അതൊരു നല്ലൊരു തീരുമാനമാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല്, അതിന്റെ ചാർജർ യൂണിറ്റും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്യാൻ വന്നൊരു പയ്യൻ, വിഷ്ണു എന്നാണ് അവന്റെ പേര്. അവനത് വളരെ വൃത്തിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. വൃത്തിയായിട്ട് ചെയ്തു തരിക മാത്രമല്ല, അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അത് ചാർജ് ചെയ്യിക്കേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവൻ പറഞ്ഞു തരികയും ചെയ്തു. അതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തു. നല്ല പൈപ്പിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞൊരു റിക്വയർമെന്റ് പോലെ തന്നെ അവനത് വൃത്തിയായിട്ട് ചെയ്തു, നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. വിഷ്ണു എന്നാണ് പയ്യന്റെ പേര്. അപ്പൊ എനിക്ക് തോന്നി ഇതൊന്ന് ഒരു വീഡിയോ എടുത്തിട്ടൊന്ന് അവനൊന്ന് അയച്ചു കൊടുക്കണം എന്ന് തോന്നി. അപ്പൊ അവനിപ്പോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹി ഈസ് വെൽ ഡിസർവ്ഡ് ഫോർ ദ അപ്രീസിയേഷൻ. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി, അതൊരു നല്ലൊരു കാര്യമായിരിക്കും തോന്നി. അപ്പൊ എന്തായാലും ഞാനത് ചാർജ് ചെയ്യുന്നതും കൂടിയും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ചാർജ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് ചാർജ് ചെയ്യൽ ഓൾറെഡി 100% ഉണ്ട്. അപ്പൊ ഞാൻ ഇനിയിപ്പോ രണ്ടാമത് പിന്നെ അത് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ രണ്ടാമത് അപ്പൊ കാര്യം ഇതാണ്, വളരെ വൃത്തിയായിട്ട് അവൻ ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും സോഫാർ ഇപ്പോ കഷ്ടി 2 മാസം ആകും പോകുന്നു വണ്ടി എടുത്തിട്ട്. വളരെ വൃത്തിയായിട്ടുണ്ട് ചെയ്തത്. 11.2ന്റെ ചാർജറായിരുന്നു ഇതില് വരേണ്ടത്. അപ്പൊ ഞാനത് വേണ്ട എന്ന് പറഞ്ഞിട്ട് 7.2ന്റെ ചാർജറാക്കി. അപ്പോ അത് വരാൻ അല്പം ലേറ്റായി കിട്ടാൻ. അതുകൊണ്ടാണ് ചാർജിങ് ഈ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത്. എനിവേ, നല്ല അപ്രീഷിയേഷൻ ഡിസർവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് വിഷ്ണു. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അവൻ വന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ വർക്കിൽ.